ജെനറ്റിക്സ്. ജെനറ്റിക് എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ DNA കോഡാണ്. നമ്മുടെ ബോഡി ഒരു ഹാർഡ്‌വെയർ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സോഫ്റ്റ്‌വെയർ ആണ് ജെനറ്റിക്സ്. അപ്പോൾ നമ്മളുടെ ഈ സോഫ്റ്റ്‌വെയറിനൊക്കെ ബഗ് വരാറുണ്ടെന്ന് പറയാറില്ലേ? അതേപോലെ തന്നെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. ഈ ചില ആൾക്കാരൊക്കെ ഒരുപാട് ആഹാരം കഴിക്കും. പക്ഷെ ഒട്ടും വണ്ണം വെക്കാറില്ല. എപ്പോഴും സ്കിന്നി ആയിട്ട് തന്നെ ഇരിക്കും. അതേസമയം ഈ നോർത്തിൽ രാജസ്ഥാൻ സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ ഫയർമാൻ ആയിരിക്കും. നല്ല സൈസ് ഉണ്ടാവും. പക്ഷെ കഴിക്കുന്നത് വളരെ കുറച്ച് ഫുഡായിരിക്കും. അവിടെ ജെനറ്റിക്സ് ആണ് കളിക്കുന്നത്. അവർക്ക് നല്ല ജെനറ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് അവർ വളരെ കുറച്ച് ആഹാരം കഴിച്ചാലും നല്ല രീതിയിൽ സൈസ് വയ്ക്കുന്നു. ജെനറ്റിക് ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആക്നെ ഉള്ള ഒരാൾ പുള്ളി നേരെ പോയിട്ട് ജെനറ്റിക് ടെസ്റ്റ് എടുക്കുന്നു. ജെനറ്റിക് ടെസ്റ്റ് എടുത്തപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അദ്ദേഹം ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. അതേപോലെ തന്നെ ഒരുപാട് ഗ്ലൂട്ടൻ അലർജിക്കും ഉണ്ട്. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ അടുത്തൊരു 10 ദിവസം ഗ്ലൂട്ടനും ഡയറി പ്രോഡക്ട്സും പുള്ളിയുടെ ഫുഡിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഒരു 10 ഡേയ്സ് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ സ്കിന്ന് ഒരുപാട് ക്ലിയർ ആവാൻ തുടങ്ങി. ആക്നെ ഒരുപാട് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ജെനറ്റിക് ടെസ്റ്റ് എടുത്തോണ്ടാണ് പുള്ളിക്ക് മനസ്സിലായത് പുള്ളിക്ക് ഈ 2 ടൈപ്പ് ഓഫ് അലർജീസ് ഉണ്ടെന്നും ഈ അലർജീസ് കാരണമാണ് ആക്നെ വരുന്നതെന്നും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജെനറ്റിക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജെനറ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സിംപ്ലി നമ്മളുടെ ബോഡിയെക്കുറിച്ച് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു.